ഈ OSC ക്യാമ്പസ് എന്ന് പറയുന്നത് 5 ഏക്കറാണ്. ഇറ്റ്സ് എ ഹ്യൂജ് സ്പേസ്. യെസ്. അപ്പോ ഈ സെന്ററിന് ഒരു ഗവേണിംഗ് ബോർഡും കമ്മിറ്റിയും കാണുമല്ലോ. വി ഹാവ് എ വെൽ ഓർഗനൈസ്ഡ് ഗവേണിംഗ് ബോർഡ്. പിന്നെ നമ്മുടെ സഭാപിതാക്കന്മാരുടെ ആശീർവാദവും പ്രാർത്ഥനയും ഇതിന് പിന്നിലുണ്ട്. ഈ പ്രോജക്റ്റിൽ നിന്ന് ഇൻകം വല്ലതുണ്ടോ? യെസ്. ഇവിടുത്തെ അപ്പാർട്ട്മെന്റ്സ് എല്ലാം ടൈം ഷെയർ കൺസെപ്റ്റിലാണ്. നിന്നെ പോലെ പേരന്റ്സിന്റെ അടുത്ത് വരുന്നവർക്ക് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാം. കെയർ ഹോംസ് ഓരോ വ്യക്തിക്കും പണം കൊടുത്ത് വാങ്ങുകയും ചെയ്യാം. പിന്നെ ഇവിടുത്തെ ക്യാമ്പ് ഫെസിലിറ്റി നമുക്ക് അംഗീകരിക്കാവുന്ന ആവശ്യങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ചാപ്പൽ. സൺഡേസിൽ ഇവിടെ ഡയറക്ടർ അച്ഛന്റെ കുർബാനയുണ്ട്. വി ഹാവ് എ വണ്ടർഫുൾ ടൈം ഓഫ് വർഷിപ്പ് ഹിയർ. മറ്റു ദിവസങ്ങളിൽ പ്രാർത്ഥന, ബൈബിൾ ക്ലാസ്, അങ്ങനെ പല പരിപാടികളുണ്ട്. പപ്പ, ദിസ് ഈസ് എ ലവ്ലി പ്ലേസ് പപ്പ. ഐ ഫീൽ ജലസ് ഓഫ് യു. എന്റെ അടുത്ത വരവ് സിമിയും മോനും കൂട്ടിയായിരിക്കും. കുറച്ചു ദിവസം ഞങ്ങൾ ഇവിടെ താമസിച്ച് പപ്പ പറയുന്ന സ്പിരിച്വൽ എൻലൈറ്റൻമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. പപ്പയും മോനും കൂടെ ക്യാമ്പസ് ഒക്കെ കണ്ടോ? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. നാളെ സൺഡേ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. മോനെ, ഇത് റെവറൻഡ് ഫാദർ ജേക്കബ് സക്കറിയ. ഹായ്. എബിയെ പറ്റി ഞങ്ങൾക്ക് സകല കാര്യങ്ങളും അറിയാം. സാറും മേഴ്സി ആന്റിയും മിക്കവാറും നിങ്ങളെ പറ്റി പറയും. അച്ഛൻ നിന്നെ പറ്റി ചോദിക്കുന്നത് പറയുന്നതായിരിക്കും ശരി. ഇവിടെയുള്ള ഓരോ കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും. സോ എബി, യു ആർ വെരി സ്പെഷ്യൽ ടു അസ്. താങ്ക് യു. നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ? മേഴ്സി അവിടെ ഒറ്റയ്ക്ക്, ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഓക്കെ, വരൂ എബി. എബി, ഇത് നമ്മുടെ OSC പ്രൊജക്ടിനെ പറ്റിയുള്ള ഒരു 3D പ്രസന്റേഷൻ ആണ്. അല്ല വേണ്ട, ഞാനിതിന്റെ ഒരു CD തോമസ് സാറിനെ ഏൽപ്പിക്കാം. ഓക്കെ. എബി ഇത് കണ്ടിട്ട് ഇതിന്റെ ഒരു എക്സാക്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിച്ചാൽ. നമ്മുടെ ഈ പ്രൊജക്ടിന്റെ വിഷനും സ്പിരിച്വൽ ആംഗിളും എല്ലാം തോമസ് സാർ പറഞ്ഞു കാണുമല്ലോ. ഇത്ര നേരം പപ്പ അത് മാത്രം സംസാരിച്ചത്. ഈ പ്രൊജക്ട് നല്ല രീതിയിൽ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിലുപരിയായി സഭാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് ഈ പ്രൊജക്ടിന്റെ പിൻബലം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ ഒരു ലൈബ്രറിയും മ്യൂസിയവും പണി തീർന്നു വരുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് സഭാചരിത്രം സംബന്ധിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നൽകാൻ വേണ്ടിയിട്ടാണത്. ലൈബ്രറി ഒരു റിസർച്ച് ലെവൽ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കത്തക്ക രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈബ്രറിയോട് അറ്റാച്ച് ചെയ്ത് ഒരു ലാംഗ്വേജ് സ്റ്റഡി സെന്ററും ഉണ്ട്. അച്ഛാ, നോ ഡൗട്ട് ദിസ് പ്രോജക്ട് ഈസ് ഗോയിങ് ടു ബി എ ഫിനോമിനൽ സക്സസ്. സത്യം പറഞ്ഞ ഈ വിസിറ്റ് എന്നെ ഒത്തിരി ചേഞ്ച് ചെയ്തു. സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഐ കെപ്റ്റ് അവേ ഫ്രം ദ ചർച്ച് ആൻഡ് ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് വിത്ത് എ ക്രിട്ടിക്കൽ മൈൻഡ്. നൗ മൈ പെർസ്പെക്റ്റീവ് ഹാസ് ചേഞ്ച്. ഓ, ഐ എം സോറി, ഇറ്റ്സ് നാൻ. പപ്പയും മമ്മ എന്നെ വെയിറ്റ് ചെയ്യിക്കും. Can I take leave now? Okay, see you later. Okay, thanks father. നീ എന്താടാ ക്ഷീണിച്ചു പോയത്? ഡിന്നർ കുറച്ച് ഹെവി ആയി പോയി പപ്പ. നീ പറയുന്നത് കേട്ടാൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും വളരെ ലൈറ്റ് ആയിരുന്നു തോന്നുമല്ലോ. ഇത് നിന്റെ ടിക്കറ്റ്. ട്രാവൽ ഏജന്റ് കൊണ്ടുവന്നതാ. Only 2 more days to live. എന്തു പെട്ടെന്നാ പപ്പ സമയം പോകുന്നത്. സമയം വളരെ വേഗത്തിലാ മോനെ പോകുന്നത്. സമയത്തിനൊപ്പം നമ്മളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ചിലര് നേരത്തെ യാത്ര നിർത്തും. ശരിയാ പപ്പ. ഇന്നവനുണ്ടായിരുന്നെങ്കിൽ 37 വയസ്സുണ്ടായിരുന്നേനെ. നിന്നെക്കാട്ടിലും 7 വയസ്സ് മൂത്തത്. നല്ല ബ്രില്യന്റ് ആയിരുന്നവൻ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അവൻ പോയിട്ടില്ല മോനെ. അവനിവിടെയെല്ലാം ഓടിച്ചാടി നടക്കുന്നുണ്ട്. നമ്മൾ 3 പേരും കൂടുമ്പോഴാ പപ്പ ഞാൻ അച്ഛനെ ഒത്തിരി മിസ് ചെയ്യുന്നു. അവന് നീ എന്ന് വെച്ച ജീവനായിരുന്നു. അവനൊരു അനിയന് വേണ്ടിയാ പ്രാർത്ഥിച്ചു. നീ മേഴ്സിയുടെ വയറ്റിലായിരുന്നു. അവൻ നിന്നോട് സംസാരിക്കുമായിരുന്നു. വാവ അനങ്ങുന്നുണ്ട്. നീ അവനെ വിളിച്ചേ.
വാവേ, കുഞ്ഞുവാവേ, എബിക്കുട്ടൻ. ദേ വാവ ചാടുന്നു. എബിക്കുട്ട, നീ വേഗം പാടാ. എബിക്കുട്ടനൊന്നല്ല, ഇത് അൻസുമോളാ. ഓ, എനിക്ക് എബിക്കുട്ടനെ മതി. ഈ കവറും നിനക്കുള്ളത്. ദേ മമ്മി വരുന്നുണ്ട്, അവളത് കാണണ്ട. അപ്പനും മോനും കൂടി എന്താ ഒരു സ്വകാര്യം പറച്ചില്ല? എന്ത് സ്വകാര്യം? 2-3 ദിവസം കഴിഞ്ഞാൽ ഇവന് പോകണ്ടേ. സമയം എത്ര പെട്ടെന്നാ പോയെന്ന് പറയുകയായിരുന്നു. സമയം 11:30 നമുക്ക് പ്രാർത്ഥിക്കാം. വാ മോനെ, പ്രാർത്ഥിക്കാം. അയ്യോ, ഹായ് അബി, എന്തൊക്കെയുണ്ട്? യു ലുക്ക് സോ ഡൾ. വാട്ട് ഹാപ്പൻഡ്? ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക് ഫാദർ. ഐ സി. എബിയെ വീണ്ടും കാണണമെന്നും സംസാരിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എബി കുറച്ചു ദിവസം കൂടി ഇവിടെ കാണുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്തായാലും കണ്ടതിൽ വളരെയധികം സന്തോഷം. എബിയുടെ ഭാര്യയും മകനെ ഞാൻ കണ്ടിട്ടില്ല. കൺവേ മൈ റിഗാർഡ്സ് ടു ദം. ഷുവർ. ഇത് എന്റെ ഒരു ചെറിയ ഗിഫ്റ്റാണ്. വിശുദ്ധ വേദപുസ്തകവും സഭാചരിത്രം സംബന്ധിക്കുന്ന ഒരു പുസ്തകവും. താങ്ക് യു ഫാദർ. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. പപ്പയ്ക്കും അമ്മയ്ക്കും വന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ഇറ്റ് സർപ്രൈസസ് മീ. പപ്പ പണ്ടിങ്ങനെ അല്ലായിരുന്നു. ഹി വാസ് ലൈക്ക് എൻ അത്തീസ്റ്റ്. ഈ ഓർത്തഡോക്സ് ഇന്റർനാഷണൽ സെന്ററാണ് പപ്പയെ ദൈവത്തോടും സഭയോടും കൂടുതൽ അടുപ്പിച്ചത്. താങ്ക് ഗോഡ്. ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ all age group to know the church and God in a very deeper level. Thank you, Father. I take it as a compliment. നമ്മുടെ സഭാ മ്യൂസിയവും ലൈബ്രറിയും ഫിനിഷ് ആകുമ്പോൾ ഞാൻ അറിയിക്കാം. Sure. I will come back with my wife and son to spend some time here. അവരും ഇതെല്ലാം മനസ്സിലാക്കട്ടെ. ഗുഡ്. എബി ഞങ്ങൾക്കൊരു വിസിറ്റർ അല്ല, എങ്കിലും യു റൈറ്റ് എ ഫ്യൂ വേർഡ്സ് ഇൻ അവർ വിസിറ്റേഴ്സ് ബുക്ക്. Yeah. I love this place very much. For me, this trip is a homecoming experience. I will come again. Agradeciamo